Hi children, here myself is with a new lesson for the 6th standard students. The new lesson is the order and position of adjectives. Order and position of adjectives. Here in adjectives, we have some order and also positions. ഒരു ഓർഡറും ഒരു സ്ഥാനവും അഡ്ജക്റ്റീവ്സിന് ഉണ്ട്. വി യൂഷ്വലി പ്ലേസ് അഡ്ജക്റ്റീവ് ബിഫോർ എ നൗൺ. സാധാരണ നമ്മൾ നൗണിന് തൊട്ട് മുന്നെയാണ് അഡ്ജക്റ്റീവ് ചേർക്കുക. എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? അഡ്ജക്റ്റീവ് എന്നാൽ ക്വാളിഫൈങ് എ നൗൺ. നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാമത്തിന് തൊട്ട് മുന്നെയാണ് സാധാരണ നമ്മൾ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. അതിനൊരു ഓർഡറുണ്ട്, ഒരു പൊസിഷനുണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ബട്ട് ഇൻ സം സെന്റൻസസ് വി പുട്ട് ദ അഡ്ജക്റ്റീവ് ആഫ്റ്റർ ദ വെർബ് to describe the subject of the sentence. പക്ഷേ സാധാരണ നമ്മൾ നാമത്തിന് തൊട്ട് മുന്നേ ആ നാമത്തെ വിശേഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നതെങ്കിലും ചില സെൻറ്റൻസുകളിൽ നമ്മൾ വേർബിന് ശേഷം അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസ്ക്രൈബ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ വേർബിന് ശേഷം അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ വേർബുകൾക്കും ശേഷമല്ല, ചില പ്രത്യേക വേർബുകൾ. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ആർ ഈസ്, ആർ, അപ്പിയർ, ലുക്ക്, ബിക്കം, സീം, ഫീൽ എന്നിങ്ങനെയുള്ള വാക്കുകളാണ്. അപ്പോൾ അത്തരം വാക്കുകൾക്ക് ശേഷം, അത്തരം വേർബുകൾക്ക് ശേഷം നമ്മൾ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാറുണ്ട്. അതുപയോഗിക്കുന്നത് ആ സെൻറ്റൻസിലുള്ള സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ദ കേക്ക് വാസ് ഡെലിഷ്യസ്. കേക്ക് വളരെ രുചികരമായിരുന്നു. ഇവിടെ കേക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേക്കാണ്. അപ്പോൾ കേക്കിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ കേക്കിനെ കുറിച്ച് പറയുന്നത്? കേക്ക് വാസ് ഡെലിഷ്യസ്. വളരെ രുചികരമായിരുന്നു കേക്ക്. ഇവിടെ കേക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡെലിഷ്യസ് എന്നാണ്. പക്ഷേ ഈ ഡെലിഷ്യസ് വന്നിരിക്കുന്നത് ഒരു വേർബിന് ശേഷമാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് നൗണിന് മുന്നെയാണ് അഡ്ജക്റ്റീവ് വരുന്നതെന്നാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കാനുള്ളതാണ്. ഇവിടെ അത് തന്നെയാണ് ഇവിടുത്തെയും ആ അഡ്ജക്റ്റീവിൻ്റെ ധർമ്മം. പക്ഷേ ഇവിടെ ഈ സെൻറ്റൻസിൽ കേക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഒന്നുകൂടെ ഒന്ന് പൊലിപ്പിച്ച്, ഒന്നുകൂടെ ഒന്ന് നന്നായി ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. ദ കേക്ക് വാസ് ഡെലിഷ്യസ്. അപ്പോൾ കേക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ശേഷം വന്നിരിക്കുന്ന വോസിന് ശേഷമാണ് ഡെലിഷ്യസ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഹി ലുക്ക്ഡ് വെരി ആംഗ്രി. അദ്ദേഹം വളരെ ദേഷ്യമായിട്ടാണ് കാണപ്പെടുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമാണ്. അദ്ദേഹം വളരെ ദേഷ്യമുള്ളതായി കാണുന്നു. ഹി ലുക്ക്ഡ് വെരി ആംഗ്രി. ഇവിടുത്തെ ഈ സെൻറ്റൻസിൽ ഹി എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഹി എന്ന് പറയുന്ന ആ സബ്ജക്റ്റിനെ ഒന്നുകൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആണ് ആംഗ്രി. അപ്പോൾ ഹി ലുക്ക്ഡ് എന്ന് പറയുന്ന വേർബ്, അതിനുശേഷമാണ് നമ്മൾ വെരി ആംഗ്രി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെരി എന്നുള്ളതും എന്താണ്? ഒരു അഡ്ജക്റ്റീവാണ്. ആംഗ്രി എന്ന് പറയുന്നതും അഡ്ജക്റ്റീവ് തന്നെ. അപ്പം ലുക്ക്ഡ് എന്ന് പറയുന്ന ആ വേർബിന് ശേഷമാണ്
ആംഗ്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ വെരി ആംഗ്രി എന്ന് പറയുന്ന ആ പദം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഒന്നുകൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തു. അതാണ് പറഞ്ഞു വന്നത്, നാമത്തിന് മുന്നേ അല്ല നമ്മൾ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുക, ചില സർട്ടൻ വേർബുകൾക്ക് ശേഷവും നമ്മൾക്ക് അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. അത് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി the next is when we use more than one type of adjective before a noun, we have to follow some order. ഇനി ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ് വന്നാൽ ആ അഡ്ജക്റ്റീവിനെ നൗണിന് മുമ്പ് ഉപയോഗിക്കാൻ, നൗണിന് മുമ്പ് വരുന്ന അഡ്ജക്റ്റീവുകൾ അത് ഒന്നിൽ കൂടുതൽ വന്നാൽ അത് ഉപയോഗിക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഇങ്ങനെയാണ്. ഒന്ന്, ഫസ്റ്റ് വേർഡ് ഈസ് ഒപ്പീനിയൻ, ഒരു അഭിപ്രായത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി അടുത്തത് സൈസ്, ഒരു വസ്തുവിൻ്റെ സൈസ് അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ സൈസ്. ഇനി ഒരു ഏജ്, ഏജ് എന്ന് പറയുമ്പോൾ അത് ആളുടെ ഏജ് ആകാം, അത് മറ്റ് ഏത് കാലഘട്ടമായിരിക്കാം, ചിലപ്പോൾ ഏൻഷ്യൻ്റ് എന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ 16 years എന്നുള്ളതായിരിക്കാം. അപ്പോൾ അതെന്തായാലും അടുത്ത ശ്രേണിയിൽ വരുന്നത്, മൂന്നാമത്തെ ശ്രേണിയിൽ വരുന്നത് ഏജ്. ഇനി അടുത്തത് ഷേപ്പ്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ക്വയർ, അപ്പോൾ ഒരു ഷേപ്പ്, സർക്കിൾ, അപ്പോൾ ഒരു ഷേപ്പിൽ വരുന്നത് അത് അഡ്ജക്റ്റീവിൻ്റെ ഗണത്തിൽ വരും. അതൊരു ഓർഡറായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതും ഉണ്ട്. ഇനി അടുത്ത ശ്രേണിയിൽ വരുന്നത്, അഞ്ചാമത്തെ ശ്രേണിയിൽ വരുന്നത് കളർ. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ കളർ, ഇപ്പോൾ ഡ്രസ്, യെല്ലോ ഡ്രസ്, വൈറ്റ് ഡ്രസ്, റോസ്, ഇങ്ങനെ പല കളറുണ്ട്. അപ്പോൾ കളറിൻ്റെ ശ്രേണിയിൽ വരുന്ന അഡ്ജക്റ്റീവ്സ്. ഇനി അടുത്തത് അവസാനത്തേത് നാഷണാലിറ്റിയാണ്. നാഷണാലിറ്റിയെ കാണിക്കുന്നത് ചിലപ്പോൾ ഇന്ത്യൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ അല്ല അമേരിക്കൻ. അപ്പോൾ അമേരിക്കൻ നിർമ്മിത കാർ എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്താണ്, അത് അഡ്ജക്റ്റീവിൻ്റെ ശ്രേണിയിലാണ് വരുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ് ഏതെല്ലാം ഗണത്തിൽപ്പെടുന്നുണ്ട്. ഇനി ഇത് കൂടാതെ മറ്റ് അഡ്ജക്റ്റീവുകളുണ്ട്, നിങ്ങൾക്ക് ആ പോർഷനില്ല. കൂടുതൽ വിശാലമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുവാനായിട്ടുണ്ട് ഈ അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട്. 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുവാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ പഠിക്കേണ്ടത് ഇതാണ്. ഒന്ന്, ഒരേ തരത്തിൽ ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സ് വന്നാൽ, നാമത്തിന് മുന്നേ വന്നാൽ അതിന് ഉപയോഗിക്കേണ്ട ഒരു ഓർഡറുണ്ട്. ആ ഓർഡറാണ് ഒന്ന് ഒപ്പീനിയൻ, സൈസ്, ഏജ്, ഷേപ്പ്, കളർ ആൻഡ് നാഷണാലിറ്റി. ആൻഡ് വെൻ വി യൂസ് അഡ്ജക്റ്റീവ്സ് ഫ്രം ദ സെയിം ഗ്രൂപ്പ് വി പ്ലേസ് ആൻഡ് ബിറ്റ്വീൻ ദം. ഇനി ഈ അഡ്ജക്റ്റീവ്സ്, ഇതേ ഗണത്തിൽ വരുന്ന അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നാൽ നമ്മൾക്ക് ഇവയുടെ ഇടയിൽ, ഈ ഗ്രൂപ്പിൽപ്പെട്ട അഡ്ജക്റ്റീവ്സിന് ഇടയിൽ ആൻഡ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ജോയിനിങ് വേർഡാണ്. അപ്പോൾ ആൻഡ് എന്ന് പറയുന്ന ആ വാക്കുകൂടെ ഇതിനിടയ്ക്ക് ചേർത്തായിരിക്കും നമ്മൾ ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സ് വന്നാൽ എഴുതുക. ഏത് ശ്രേണിയിൽപ്പെട്ട? ഒപ്പീനിയൻ, സൈസ്, ഏജ്, ഷേപ്പ്, കളർ, നാഷണാലിറ്റി. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. രജനി ഹാസ് എ ഗ്രീൻ ആൻഡ് യെല്ലോ സ്കൂൾ ബാഗ്. രജനിക്ക് മഞ്ഞയും പച്ചയുമായിട്ടുള്ള സ്കൂൾ ബാഗുകൾ ഉണ്ട്. അപ്പോൾ രജനി ഹാസ് എ ഗ്രീൻ ആൻഡ് യെല്ലോ സ്കൂൾ ബാഗ്. ഇവിടെ അഡ്ജക്റ്റീവ് ഓഫ് കളറാണ് ഗ്രീൻ ആൻഡ് യെല്ലോ. ഗ്രീൻ യെല്ലോ എന്നല്ല നമ്മൾ പറയുക, ഗ്രീൻ ആൻഡ് യെല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വിഭാഗത്തിലുള്ള ഒരു ഗ്രൂപ്പിൽപ്പെട്ട അഡ്ജക്റ്റീവ് ആയതുകൊണ്ട്, അപ്പോൾ കളർ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ട അഡ്ജക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മളവിടെ ആൻഡ് ഉപയോഗിച്ചത്. ഇനി ഷേപ്പ് ആണെങ്കിലോ, ഷേപ്പ് വന്നാലും നമ്മൾക്ക് അതിനിടയിൽ ആൻഡ്. സ്ക്വയർ ആൻഡ് സർക്കിൾ, അപ്പോൾ ഷേപ്പിൽ വന്നു. അപ്പോൾ സൈസിൽ വന്നാൽ ബിഗ് ആൻഡ് ലാർജ്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട അഡ്ജക്റ്റീവ്സ് വന്നാൽ ആ അഡ്ജക്റ്റീവ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് ഉപയോഗിച്ച് വേണം, അതിനിടയിൽ ആൻഡ് ചേർത്ത് വേണം എഴുതാൻ. ഇനി അടുത്തത്, when we use adjectives from different groups we do not use comma or
ആൻഡ്. പലതരം അഡ്ജക്റ്റീവ്സുകളാണ്, വിവിധ തരം ഗ്രൂപ്പുകളിൽപ്പെട്ട അഡ്ജക്റ്റീവ്സ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും കോമയോ ആൻഡോ ഉപയോഗിക്കാൻ പാടില്ല. ഒരേ വിഭാഗത്തിൽ വരുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആൻഡ് ഉപയോഗിക്കുവാൻ പാടുള്ളൂ. അല്ലാതെ വ്യത്യസ്തമായ ഗ്രൂപ്പിൽപ്പെട്ട അഡ്ജക്റ്റീവ്സ് വന്നാൽ ഒരു കാരണവശാലും നമ്മൾ കോമയോ ആൻഡോ ഉപയോഗിക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഗേൾ ഈസ് പ്ലേയിങ് വിത്ത് എ ബിഗ് പിങ്ക് ടെഡി ബിയർ. എന്താണ്? ദ ഗേൾ ഈസ് പ്ലേയിങ് വിത്ത് ബിഗ് പിങ്ക് ടെഡി ബിയർ. ഒരു വലിയ പിങ്ക് കളറിലുള്ള ടെഡി ബെയറുമായിട്ട് ആ പെൺകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സബ്ജക്റ്റ് ഗേൾ ആണ്. ഇവിടുത്തെ ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഒരു ടെഡി ബെയറുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടെഡി ബെയർ എങ്ങനെയുള്ളതാണ്? ബിഗ് പിങ്ക്. ഇവിടെ ടെഡി ബെയർ എന്ന് പറയുന്നതാണ് നാമം. ആ നാമത്തെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ബിഗ് പിങ്ക് എന്ന് പറയുന്ന ആ വാക്ക് കൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് വ്യത്യസ്തമാണ്. സൈസ് ഉണ്ട്. ബിഗ് എന്ന് പറയുന്നത് സൈസാണ്, പിങ്ക് എന്ന് പറയുന്നത് കളറാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ ഒപ്പീനിയൻ, സൈസ്, ഏജ്, ഷേപ്പ്, കളർ, നാഷണാലിറ്റി ഈ ഗ്രൂപ്പിൽ പെട്ട രണ്ട് വാക്കുകളാണ്. ഒരേ ഗ്രൂപ്പിലല്ല, രണ്ട് ഗ്രൂപ്പിലാണ്. ആ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട വാക്കുകൾ വന്നതുകൊണ്ട് അത് എന്താണ്? കോമയോ ആൻഡോ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. I bought a long white Indian kurta from a mall. ആ ഒരു മാളിൽ നിന്നും ലോങ് വൈറ്റ് ഇന്ത്യൻ കൂർത്ത ഞാൻ വാങ്ങിച്ചു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ബോട്ട് എന്ന് പറയുന്ന ഐ സബ്ജക്റ്റാണ്, ബോട്ട് എന്ന് പറയുന്നത് വേർബാണ്, ലോങ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്, വൈറ്റ് അഡ്ജക്റ്റീവാണ്, ഇന്ത്യൻ അഡ്ജക്റ്റീവാണ്. 3 അഡ്ജക്റ്റീവാണ്. വിവിധ ഗ്രൂപ്പുകളിലുള്ള 3 അഡ്ജക്റ്റീവാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഏതൊക്കെയാണത്? ഒന്ന് ലോങ്. ലോങ് എന്ന് പറയുന്നത് സൈസാണ്. വൈറ്റ് എന്ന് പറയുന്നത് കളറാണ്. ഇന്ത്യൻ എന്ന് പറയുന്നത് നാഷണാലിറ്റിയാണ്. അപ്പോൾ ഈ 3 ഗ്രൂപ്പിൽ നിന്നുള്ള അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് അതിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചില്ല? കോമയോ ആൻഡോ ഉപയോഗിച്ചില്ല. ഇനി അടുത്തത് ഈ ഒപ്പീനിയൻ, സൈസ്, ഏജ് ഇവയെല്ലാം ഉള്ള 2-3 എക്സാമ്പിൾസ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. അതുകൂടെ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ബിഗ് ഓർ ലാർജ് ഏൻഷ്യന്റ് ഇറ്റാലിയൻ ഹൗസ്. സെന്റൻസ് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ബിഗ് ഓർ ലാർജ്. ഇവിടെ ബിഗ് അല്ലെങ്കിൽ ലാർജ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ബിഗ് ഓർ ലാർജ് ഏൻഷ്യന്റ് ഇറ്റാലിയൻ ഹൗസ്. ഇവിടെ ഈ സെന്റൻസിൽ ശ്രദ്ധിക്കേണ്ടത് എത്ര അഡ്ജക്റ്റീവ്സ് ഉണ്ടെന്നുള്ളതാണ്. ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട, ഏതെല്ലാം ഗ്രൂപ്പിൽപ്പെട്ട അഡ്ജക്റ്റീവ്സ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കണം. ഒന്നാമത്തേത് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒപ്പീനിയനാണ്. ഒപ്പീനിയൻ എന്ന് പറയാൻ കാര്യം, ബ്യൂട്ടിഫുൾ മനോഹരമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത് അവരവരാണ്. എനിക്ക് തോന്നുന്നത് അത് ബ്യൂട്ടിഫുൾ ആണെന്ന്, അതെൻ്റെ ഒപ്പീനിയനാണ്. വേറൊരാൾക്ക് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒപ്പീനിയനാണ്. ഇപ്പം ബ്യൂട്ടിഫുൾ ഒപ്പീനിയൻ ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു അഡ്ജക്റ്റീവാണ്. ഇനി രണ്ടാമത്തേത് ബിഗ് ഓർ ലാർജ്. ബിഗോ ലാർജോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ബിഗ് ആണെങ്കിൽ ബിഗ്, അല്ലെങ്കിൽ ലാർജ് ആണെങ്കിൽ ലാർജ്. ഇവ രണ്ടും എന്താണ്? സൈസാണ്. ഇനി അടുത്തത് ഏൻഷ്യൻ്റ് എന്നുള്ളതാണ്. ഏൻഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഏജ് വിഭാഗത്തിൽ വരുന്ന അഡ്ജക്റ്റീവാണ്. പുരാതനം, വളരെ നാളുകൾക്ക് മുമ്പുള്ളത്. അപ്പോൾ ഏൻഷ്യൻ്റ് എന്നുള്ളത് ഏജ് ആണ്. ഇനി അടുത്തത് ഇറ്റാലിയൻ. ഇറ്റാലിയൻ എന്ന് പറഞ്ഞാൽ നേഷനെ കാണിക്കുന്നതാണ്, നാഷണാലിറ്റിയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഒപ്പീനിയൻ വന്നു, ഒന്ന് സൈസ് വന്നു, മറ്റൊന്ന് ഏജ് വന്നു,
അടുത്തത് ഇറ്റാലിയൻ നാഷണാലിറ്റി വന്നു. അപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെയാണ് പോവുക. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ബിഗ് ഏൻഷ്യൻ ഇറ്റാലിയൻ ഹൗസ്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. ദ ലാർജ് സ്ക്വയർ യെല്ലോ ബോക്സ് ഈസ് ഹേഴ്സ്. ആ വലിയ സ്ക്വയർ ഷേപ്പിലുള്ള മഞ്ഞ കളറോട് കൂടിയ ബോക്സ് അവളുടേതാണ്. ഇവിടെ ദ ലാർജ് സ്ക്വയർ യെല്ലോ ബോക്സ് ഈസ് ഹേഴ്സ് എന്നുള്ള ആ സെൻറ്റൻസിൽ ലാർജ് എന്നത് സൈസാണ്, സ്ക്വയർ സൈസാണ്, യെല്ലോ കളറാണ്. അപ്പം 3 ഗ്രൂപ്പിൽപ്പെട്ട അഡ്ജക്റ്റീവ്സ് ആണ് ആ സെൻറ്റൻസിലുള്ളത്. ഇനി ഒരു മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് എ കളക്ഷൻ ഓഫ് റെയർ ഓൾഡ് കളർഫുൾ ഇന്ത്യൻ സ്റ്റാമ്പ്സ്. സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കുക. ഐ ഹാവ് എ കളക്ഷൻ ഓഫ് റെയർ ഓൾഡ് കളർഫുൾ ഇന്ത്യൻ സ്റ്റാമ്പ്സ്. ഇവിടെ റെയർ ഓൾഡ് കളർഫുൾ ഇന്ത്യൻ ഇവയാണ് അഡ്ജക്റ്റീവ് ഗണത്തിൽ വരുന്ന വാക്കുകൾ. റെയർ എന്നുള്ളത് ഒപ്പീനിയനാണ്, ഓൾഡ് ഏജ് ആണ്, കളർഫുൾ കളറിനെ കുറിക്കുന്നതാണ്, ഇന്ത്യൻ നേഷനെ സംബന്ധിച്ചാണ്, നാഷണാലിറ്റിയാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ വന്നിരിക്കുന്നത് ഐ ഹാവ് എ കളക്ഷൻ ഓഫ് റെയർ ഓൾഡ് കളർഫുൾ ഇന്ത്യൻ സ്റ്റാമ്പ്സ്. ഇവിടെ ഞാൻ നേരത്തെ പ്രതിപാദിച്ച ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വാക്കുകളെല്ലാം പല ഗ്രൂപ്പിൽപ്പെട്ട അഡ്ജക്റ്റീവ്സ് ആയതുകൊണ്ട് ഇവയുടെ ഇടയിലൊന്നും കോമയോ ആൻഡോ ഉപയോഗിച്ചിട്ടില്ല. ആദ്യത്തെ സെൻറ്റൻസിൽ ബ്യൂട്ടിഫുൾ ബിഗ് ഏൻഷ്യൻ ഇന്ത്യൻ ഇറ്റാലിയൻ എന്നുള്ളിടത്ത് നമ്മൾ കോമയോ ആൻഡോ ഉപയോഗിച്ചിട്ടില്ല. കാര്യം 3 ഇനി അടുത്തത് ലാർജ് സ്ക്വയർ യെല്ലോ. ലാർജ് സ്ക്വയർ യെല്ലോ 3 ടൈപ്പ് അഡ്ജക്റ്റീവ്സ് ആണ്. ഇനി അടുത്തത് മൂന്നാമത്തെ സെൻറ്റൻസിൽ റെയർ ഓൾഡ് കളർഫുൾ ഇന്ത്യൻ 4 അഡ്ജക്റ്റീവ്സ് വരുന്നു. ഇവയെല്ലാം 4 ഗ്രൂപ്പിൽപ്പെട്ടതായതുകൊണ്ട് ആൻഡും കോമയും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങളിത് പുസ്തകമെടുത്ത് വളരെ കെയർഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കുക. തുടർന്നുള്ള എക്സസൈസുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവരെ വളരെ മനോഹരമായിട്ട് പഠിച്ചു വയ്ക്കുക. താങ്ക് യു വെരി മച്ച്.